24 ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം പറവൂർ സീറ്റിൽ CPIM സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന് പാർട്ടി പറവൂർ നേതൃത്വം ജില്ലാ നേതൃത്വത്തെ ഏരിയ കമ്മിറ്റി ഈ ആവശ്യം അറിയിക്കുകയും ചെയ്തു. പറവൂരിൽ CPIക്കുള്ളിലെ സംഘടനാ പ്രശ്നങ്ങളിലും CPIMന് അതൃപ്തി. എന്നാൽ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. വിപിൻ സി വിജയനാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിപിൻ, ഈ പറവൂരിൽ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാണുന്നതാണ്, CPI തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. പക്ഷേ വിജയം ലഭിക്കാറില്ല എന്ന് മാത്രമല്ല, VD സതീശൻ ഇങ്ങനെ അവിടെ അങ്ങനെ തുടർന്നു പോവുകയുമാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ തന്നെ CPIക്കുള്ളിൽ വലിയ രീതിയിലുള്ള വിഭാഗീയതയുണ്ട്, പ്രശ്നങ്ങൾ, പടലപ്പിണക്കങ്ങൾ ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണോ ഇപ്പോൾ CPIM വിജയസാധ്യത തേടി അവിടെ മത്സരിക്കണമെന്ന ആ ഒരു കാര്യം ഉന്നയിക്കുന്നത്? VD സതീശന്റെ ഒരു തേരോട്ടം, ആ നിയമസഭയിലേക്കുള്ള ഒരു വിജയക്കുതിപ്പ് എങ്ങനെ അവസാനിപ്പിക്കാം, അതിനെങ്ങനെ കടിഞ്ഞാണിടും എന്നുള്ള തലകുവഞ്ഞുള്ള ആലോചനയിലാണ് LDF മുന്നണിയുള്ളത്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് തിരിച്ചെടുക്കണം, CPIയിൽ നിന്ന് CPM ഏറ്റെടുക്കണം എന്നുള്ള ഒരു ആവശ്യം ഇപ്പോൾ ഏരിയ കമ്മിറ്റി ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും അതിലൊരു വിജയ സാധ്യത, അല്ലെങ്കിൽ VD സതീശനെ പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് പ്രാദേശിക CPMന്റെ നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. CPMന്റെ ഒരു സ്ഥാനാർത്ഥിയോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയോ ഇതിലേതെങ്കിലും ഒന്നും തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ പൊതുസമ്മതനായ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണവും പറവൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്നുണ്ട്. CPIയിലുള്ള സംഘടനാ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ പ്രാദേശിക നേതൃത്വം ജില്ലാ നേതൃത്വത്തെ ഈ വിവരങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നത്. കാരണം CPIയിൽ നിൽക്കുന്ന സംഘടനാപരമായിട്ടുള്ള ചില പടലപ്പിണക്കങ്ങളുണ്ട്. അത് മുന്നണി സംവിധാനത്തെ ആകെ ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. CPIയിലെ മുതിർന്ന നേതാവ് വന്നാൽ പോലും വിജയിച്ച് കയറാവുന്നൊരു സ്ഥിതി ഇപ്പോൾ പറവൂരിലില്ല എന്നുള്ളത് കൂടിയാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു CPIയിൽ നിൽക്കുന്ന ഒരു ഭിന്നത കൂടി അവിടെ കുറച്ച് പ്രതിഫലിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഇപ്പോൾ നിൽക്കുന്ന ഈ പുനർജനി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ഒപ്പം തന്നെ ചില സാമുദായിക നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു അനിഷ്ടം, അത് കുറച്ചുകൂടി പറവൂരിൽ ഉപയോഗപ്പെടുത്തുക, അതിനെ ഇപ്പോൾ CPIക്ക് കഴിയുകയില്ല എന്നുള്ള വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. എന്നാൽ ആ സീറ്റ് വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ളത് CPIയുടെ നേതൃത്വം പറയുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ അവിടേക്ക് വരികയും പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുമാണ്. അതായത് സീറ്റ് വെച്ചു മാറേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് CPI ഈ ഘട്ടത്തിൽ എത്തുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ എന്തായിരിക്കും അതിലൊരു സമവായം, എന്തായിരിക്കും ഒരു പൊതുസമ്മതനാണെങ്കിൽ അത് ആരായിരിക്കും എന്നുള്ളത് തന്നെയാണ് പറവൂരിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ ആകാംക്ഷ. സ്മിത, അതെ, അതുതന്നെയാണ്. CPI സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ അതോ പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച് നിർത്തുമോ? അതൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയണം. വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാലക്കാട്ടെ CPIM വിമതർ പുതിയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുന്നു. കൊഴിഞ്ഞാമ്പാറ, മണ്ണാർക്കാട്, ഒറ്റപ്പാലം മേഖലയിലെ CPIM വിമതരുടേതാണ് സംയുക്ത നീക്കം. PK ശശി ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് മുന്നണി രൂപീകരിക്കാനാണ് ഇപ്പോഴുള്ള ആലോചന. അതിനിടെ PK ശശി UDF സ്ഥാനാർത്ഥി ആകുമെന്നത് സാങ്കല്പിക ചോദ്യമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. സാങ്കല്പിക ചോദ്യവും ആ സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പികമായ ഉത്തരവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വിസ്മയിൽ ഒന്നാമത്തെ ദിവസം തന്നെ പൊട്ടിയും. ഇപ്പോൾ ഒരേ ഒരു വിസ്മയം കളവാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കളവ് പറയാൻ തുടങ്ങി. 9 കളവാണ് ഈ ഒറ്റ പ്രശ്നത്തിന്റെ മേലെ പറഞ്ഞത്. ഷാരിഖ് നവാസ് ആണ് ചേരുന്നത് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. ഷാരിഖ്, സാങ്കല്പികമല്ല ചോദ്യം എന്നുള്ളതാണ് പിന്നീട് വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വിമതർ ചേർന്ന് മറ്റൊരു പാർട്ടി രൂപീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ തലവേദനയാകും പാർട്ടിക്ക്. സ്മിത, തീർച്ചയായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ ഇത്തരമൊരു CPIM വിമതരുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടായാൽ അത് വലിയ തിരിച്ചടി തന്നെയാണ് പാലക്കാട് ജില്ലയിൽ CPIM നേരിടേണ്ടി വരിക. കാരണം ഒറ്റപ്പാലം, കൊഴിഞ്ഞാമ്പാറ, അതുപോലെ തന്നെ മണ്ണാർക്കാട് എന്നീ മേഖലകളിൽ നിന്നുള്ള ഒരു കൂട്ടം CPM പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളുമാണ്, CPM ഏറെക്കാലം അകന്ന് നിൽക്കുന്ന നേതാക്കളും പ്രവർത്തകരുമാണ് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് എന്ന പേരിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ പോകുന്നത്. ഇതിലേറ്റവും എടുത്തു പറയേണ്ടത്
എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ഷൊർണൂരിലെ മുൻ MLA-യും അതുപോലെ തന്നെ നിലവിലെ KTDC ചെയർമാനുമായ PK ശശിയെ ഈ പാർട്ടിയുടെ ഭാഗമാക്കാനാണ്, ഈ പാർട്ടിയിൽ എത്തിക്കാനാണ് വലിയ നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നത്. ഇവർ അടുത്ത ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിൽ വിമത കൺവെൻഷൻ ഉൾപ്പെടെ വിളിച്ചു ചേർക്കാൻ സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഈ മേഖലകളിലെ പ്രവർത്തകരും നേതാക്കളും ചേർന്ന് സംയുക്ത നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നപ്പോൾ ഈ PK ശശിയുടെ ഇത്തരത്തിൽ കൂറുമാറുമോ, പാർട്ടി വിട്ടു പോകുമോ എന്നുള്ള നീക്കങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട്. പാർട്ടി വിട്ട് ശശി പോയാൽ അത് CPM-ന് വലിയ രീതിയിൽ തിരിച്ചടിയാകും. കാരണം ഈ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് UDF-ന്റെ ഭാഗമാകാനാണ് സാധ്യത. അങ്ങനെ UDF-ന്റെ ഭാഗമായാൽ ഒറ്റപ്പാലം മണ്ഡലം ഉൾപ്പെടെയുള്ള ജില്ലയിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ PK ശശി UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അത്തരത്തിലൊരു അവസ്ഥ നേരിടേണ്ടി വരുമ്പോൾ അത് CPM-ന് വലിയ രീതിയിൽ ദോഷം ചെയ്യും തന്നെ വേണം പറയാൻ. ഇതുമാത്രമല്ല, അതായത് ഒറ്റപ്പാലം, മണ്ണാർക്കാട്, കൊഴിഞ്ഞാമ്പാറ മേഖലകളിലും ഇത്തരത്തിൽ വിമതരുടെ ശല്യം അല്ലെങ്കിൽ വിമതരുടെ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് CPM-ന്റെ സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മറ്റുള്ള ഭാഗങ്ങളിലും ഈ ഒരു കൂറുമാറ്റം CPM-ന് വലിയ തിരിച്ചടിയായി മാറും. തീർച്ചയായിട്ടും അതൊരു വലിയ തലവേദനയായിരിക്കുകയാണ് പാർട്ടിക്ക്. ഒപ്പം PK ശശിയുടെ നിലപാടും ഈ വിഷയത്തിൽ നിർണായകമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.